അതിന്റെ ബേസിൽ ഒരു കാര്യം ചോദിക്കണം എന്ന് എനിക്കുണ്ട്. അതായത് സംസ്ഥാന അവാർഡ് ലഭിച്ചത് വേടനാണ്. അപ്പൊ അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തപ്പോ ഒരുപാട് ആളുകൾ വിമർശനങ്ങളായിട്ട് കമന്റുകളൊക്കെ കുടിച്ച കള്ളമൊന്നും പറയില്ല, ഈ കുടിച്ച കള്ളമൊന്നും പറയില്ലടാന്നുള്ള വരിയെ എടുത്തിട്ട് കുറെ ആളുകൾ പറഞ്ഞു വയലാറിനും പി ഭാസ്കരനും ഒക്കെ കിട്ടിയ അവാർഡാണ് ഇത്, ഈ വരികൾക്കാണോ കിട്ടേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വിമർശനങ്ങളായിട്ട് വന്നു. അവിടുത്തെ പ്രകാശ് രാജ് ഉൾപ്പെടെയുള്ള സമിതി പറഞ്ഞത് അതായത് ഇത് പുതിയ കാലത്തിന്റെ പ്രതിഷേധവും സംഗീതവും ഒക്കെയാണ് റാപ്പ്, അതിനകത്ത് വിയർപ്പ്. നിങ്ങൾ ഈ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ഇത് ആരോടാണ് ഈ ചോദിക്കുന്നത് സംശയം തോന്നണ്ട. ഇരിക്കുന്നത് വെറും നടനല്ല, നല്ലൊരു ലിറിസിസ്റ്റാണ്. പ്രേമം എന്ന് പറയുന്ന സിനിമയിലെ 2-3 പാട്ടുകളൊക്കെ മനുഷ്യർ എഴുതിയിട്ടുണ്ട്. പ്രേമത്തിൽ മാത്രമല്ല കേട്ടോ, വേറെ സിനിമകളുണ്ട്, ചുമ്മാ തപ്പി നോക്ക്. എൻ്റെ മനസ്സിൽ ഇപ്പം അത് ഓർമ്മ വരുന്നുള്ളൂ. കുപ്പായം എന്നുള്ള വരികൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അപ്പുറത്ത് ഇപ്പോഴും ആ ലിറിസിസ്റ്റ് എന്ന് പറയുമ്പോൾ വളരെ നല്ല മലയാളം അങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരു പക്ഷവും ഉണ്ട്, നിലനിൽക്കുന്നുണ്ട്. ശരിക്കും ഈ ഒരു അങ്ങനെയുള്ള ഒരു അവാർഡ് ദാനത്തിന് ഒരു ലിറിസിസ്റ്റ് എന്നുള്ള രീതിയിൽ ശബരീഷനെ നോക്കി പഴയ പോലെ തന്നെ വേണം ഇപ്പോഴും എന്നുള്ളത് വാദിക്കുന്നതിനാണ് നമ്മൾ തന്ത വൈബ് എന്ന് പറയുന്നത്. അടിപൊളി. ഒരിക്കലും ഇല്ല, കാലത്തിനനുസരിച്ചിട്ട് ഈ പണ്ട് എന്ന് പറഞ്ഞാൽ അതായത് ഇദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു അതൊരു തന്ത വൈബാണ്, അത് വൃത്തിയായിട്ടൊരു തന്ത വൈബാണ്. പഴയ പോലെ തന്നെ എഴുതണം, എന്താ പറയാ, വയലാർ എഴുതിയ പോലെ തന്നെ ഇനിയും വരികൾ എഴുതണം, ശ്രീകുമാരൻ നമ്പ എഴുതിയ പോലത്തെ വരികൾ തന്നെ ഇനിയും എഴുതണം എന്നൊക്കെ പറയുന്നത് സത്യം. ഇദ്ദേഹം പറഞ്ഞ പോലെ അത് തന്ത വൈബാണെന്നേ. എപ്പോഴാണ് ഈ പറയുന്ന പോലെ ആയത്? മലയാളം എപ്പോഴാണ് എഴുതാൻ തുടങ്ങിയത്? മലയാളം എപ്പോഴാണ് തമിഴിൽ നിന്ന് മാറി മലയാളമായത്? ഇപ്പോഴും മാറിയിട്ടുണ്ടോ? തമിഴും സംസ്കൃത വാക്കുകളും ഇംഗ്ലീഷും പോർച്ചുഗീസും ഒക്കെ ചേർന്നാണ് നമ്മൾ മലയാളം സംസാരിക്കുന്നത്. അത് ഇങ്ങനെ മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. ഇപ്പോ ഉള്ള കാലഘട്ടത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് എഴുതുന്ന ഒരുപാട് ലിറിസിസ്റ്റുകളുണ്ട്. അതില് ഒരു സ്റ്റൈലില് ഭയങ്കര ഗംഭീരമായിട്ട് എഴുതുന്ന ഒരാൾ തന്നെയാണ് വേടൻ. വേടനത് കിട്ടിയതിൽ എനിക്ക് വളരെ 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 സന്തോഷം മാത്രമേ ഉള്ളൂ. എന്താ കുഴപ്പം? ആ പറയുന്ന കണ്ടന്റ് മാത്രം നോക്കിയാൽ മതി, എന്തിനാ ഭാഷയെ നോക്കുന്നേ? സത്യം. എന്തായാലും ഇദ്ദേഹം പറഞ്ഞതിനൊപ്പം തന്നെ തന്തവൈബല്ലാത്തൊരു മനുഷ്യനും കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. പേരൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഉന്നതകല ജാതി എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കേട്ടോ. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഒരു അസല് മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്. ഒരു കഥ കൂടി ഒപ്പം പറയാനുണ്ടെന്നേ. ഒരുപക്ഷെ നിങ്ങൾ എൻ്റെ ചാനൽ കണ്ടിട്ട് നിങ്ങൾ അത് കണ്ടിട്ടുണ്ടായിരിക്കും. ഇദ്ദേഹത്തിനൊപ്പം ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്, ഒരു മുസ്ലിമാണ്, ഒരു ചെറുപ്പക്കാരൻ. ഇദ്ദേഹത്തിൻ്റെ ഒപ്പം 24 മണിക്കൂറുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒപ്പമാണ് ജീവിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ പൂജാമുറിയിൽ പോലും കയറാൻ അധികാരമുള്ള ഒരുത്തനാണ് അവൻ. എന്ത് ജാതി മതം കൈതപ്രത്തിന്? അങ്ങനത്തെ ഒരു ജീവിതമല്ല ഇദ്ദേഹം മലയാള സിനിമയിൽ ജീവിച്ചേ. അതുകൊണ്ട് തന്നെ ജാതി മതമൊന്നുമില്ല. അത്ര ചിന്താഗതികളൊന്നും ഈ മനുഷ്യൻ തലയിലേക്ക് അങ്ങനെ അങ്ങോട്ട് കയറിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം. എന്തായാലും ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വല്ലതും കിട്ടണം എന്ന് പറഞ്ഞിട്ട് മൈക്കും കുത്തിത്തിരിക്കി കൊണ്ടുപോയിരുന്ന ചില മാധ്യമങ്ങളല്ല. കാരണം കൈതപ്രമെങ്ങാനും വേടനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഒരു ഉന്നത കുലജാതൻ നമ്മുടെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഇതാ വേടനെതിരെ വർത്തനം പറഞ്ഞിരിക്കുന്നു. കൈതപ്രം പറഞ്ഞു എന്നല്ല ഉണ്ടാവുക, നമ്പൂതിരി താഴ്ന്ന ജാതിക്കാരനായിട്ടുള്ള വേടനെതിരെ വർത്തനം പറഞ്ഞു എന്നാണ് മാധ്യമങ്ങളിൽ മുഴുവൻ വരിക. പക്ഷേ മൈക്ക് കൊണ്ട് ചെന്നത് ഒരു പഴയ സിംഹത്തിന്റെ മടയിലായി പോയി, നമ്മുടെ കൈതപ്രത്തിന്റെ മടയിൽ. അദ്ദേഹം പറഞ്ഞു അവാർഡ് കിട്ടിയതൊക്കെ പഴയ കഥ, അതൊക്കെ അവിടെ കഴിഞ്ഞു, അതുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങൾ ഇനിയില്ല. എപ്പോഴായാലും ആർക്കെങ്കിലും അവിടെ കിട്ടി കഴിഞ്ഞാൽ ആരെങ്കിലും എതിർക്കാനും അനുകൂലിക്കാനൊക്കെ ഉണ്ടാവും, അത് സാധാരണയാണ്, അതങ്ങനെ നടക്കട്ടെ എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി ഉണ്ടെന്നേ, കൈതപ്രം അതൊന്ന് വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയാണ്: അവാർഡിന് അർഹമായ വേടന്റെ വരികളിൽ കവിതയുണ്ട്, പോരെ പൂരം. പറയുന്നത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. അവാർഡിന് അർഹമായ വേടന്റെ വരികളിൽ കവിതയുണ്ട്. അയാൾ സാംസ്കാരിക നായകനോ അതോ ജയിലിൽ കിടന്ന ആളാണോ എന്നൊന്നും എനിക്ക് നോക്കേണ്ടതില്ല. അതിന് ചുമതലപ്പെട്ടവർ അക്കാര്യങ്ങൾ ശ്രദ്ധിക്കട്ടെ. ജയിലിൽ കിടന്ന ഒരാൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രയാസമോ തടസ്സമോ ഇല്ലാത്ത നാട്ടിലാണ് വേടന്റെ പുരസ്കാരത്തെക്കുറിച്ച് ചർച്ച നടക്കുന്ന കാര്യം കൗതുകം പകരും. വേടന്റെ കാര്യത്തിൽ സദാചാരകാര്യ നീതിന്യായ വ്യവസ്ഥയാണ് മറുപടി പറയേണ്ടത്. അയാൾ എന്തെഴുതി എന്നാണ് ഞാൻ അന്വേഷിക്കുന്നത്. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, നിറങ്ങൾ മായുകില്ല കട്ടായം എന്ന് എഴുതിയതിലൂടെ അവാർഡ് ലഭിച്ചതിൽ കുറ്റമില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് പറഞ്ഞത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല എന്ന് വേണ്ട, കണ്ടില്ലേ? വരികളൊക്കെ പറ്റിയ ഞാൻ ഇതിനൊപ്പം ചേർത്ത് വെക്കാം കേട്ടോ, ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ഇതാണ് കൈതപ്രം പറഞ്ഞ വേടനെ ചേർത്ത് പിടിക്കുകയാണ് കൈതപ്രം ചെയ്തിട്ടുള്ളത്. അല്ലാതെ അകറ്റി നിർത്താൻ കൈതപ്രം തയ്യാറല്ല. അദ്ദേഹത്തെ പോലുള്ള ഒരു നല്ല മനുഷ്യരും തയ്യാറല്ല. ജാതിക്ക് അതീതമായി
മതത്തിന് അതീതമായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന അങ്ങനെ കുറച്ച് ആളുകളൊക്കെ നമ്മുടെ ഇടയിലുള്ളതുകൊണ്ടാണ് നമ്മുടെ നാട് ഇങ്ങനെ ഭംഗിയായിട്ട് പോകുന്നത്. തകർക്കാൻ നോക്കണ്ട. ബൈ.